തീരുമാനിച്ചു പോയില്ലേ, ഇനി ഞങ്ങൾ എന്തു ചെയ്യാനാണ് എന്ന പരിദേവനങ്ങൾക്കും ഇനി അർത്ഥമില്ല എന്നുള്ളതാണ് ലീഗിന്റെ ഈ പറയുന്ന MP വഹാബ് തന്നെ കൃത്യമായി പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചു. അതിന് മറുപടിയും കിട്ടിയിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് പിന്മാറുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നതാണ്. അതായത് UDF-നുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ ആധികാരികമായ വിവരങ്ങൾ MP-മാർ നേടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജബി മേത്തർ അടക്കം വഹാബ് അടക്കമുള്ള MP-മാർ നേടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഉപസമിതി ഒന്നും പരിശോധിക്കേണ്ടതില്ല. പിന്മാറുമോ ഇല്ലയോ, നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന് വളരെ വ്യക്തമായി അങ്ങ് പറഞ്ഞാൽ മതി. അതിന് എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യം എന്നത് കൂടി പറഞ്ഞാൽ മതി. ഇത് നിങ്ങൾ കണ്ട വാർത്തയിൽ ഓൾറെഡി PM ശ്രീ ആണ് വിഷയം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. PM ശ്രീ വിഷയത്തിൽ നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തലയിൽ കൂടി മുണ്ടിട്ടുകൊണ്ട് കുനിഞ്ഞു പോയി PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി RSSുമായിട്ട് ഡീലുണ്ടാക്കി ഒപ്പിട്ടു എന്നായിരുന്നു ആരോപണം. ആരുടെ ആരോപണമാണ്? അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന, അല്ലെ അന്നത്തെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന VD സതീശൻ അടക്കമുള്ള സവർക്കറുടെ ഒരു പരാമർശം. എന്നാൽ ഇന്ന് അധികാരത്തിലിരിക്കുന്നതും അതേ VD സവർക്കറാണ്. ഈ VD സവർക്കർ അധികാരത്തിൽ വന്നതിന് ശേഷം PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി വെറും 2 മാസങ്ങൾക്ക് അകത്ത് തന്നെ PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി മരവിപ്പിച്ച് വെച്ചിരുന്നൊരു പദ്ധതി പെട്ടെന്ന് പൊടി തട്ടിയെടുക്കുന്നു. ആ പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് RSSന്റെയും BJPയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ച കാശ് വാങ്ങുന്നു. അത് വാങ്ങിയിട്ടും പറയുകയാണ്, ഓൾറെഡി കേരളം ഇതിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞതാണ്. ആ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും കേരളത്തിന്, അല്ലെങ്കിൽ ആ ഏതൊരു സംസ്ഥാനമായിക്കോട്ടെ, അവർക്ക് ആ ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള അവകാശമില്ല, അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഫണ്ട് PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞു ഓൾറെഡി ഇടതുപക്ഷം. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നായിരുന്നു VD സവർക്കറും സവർക്കറുടെ കൂടെയുള്ള കുറേ താങ്ങികളും ഒക്കെ പറഞ്ഞത്. എന്നാൽ ഇന്ന് അതിനൊരു വിരാമം വന്നിരിക്കുകയാണ്, അല്ല അന്തിമമായിട്ടൊരു തീരുമാനം വന്നിരിക്കുകയാണ്. നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ സഹമന്ത്രി തന്നെ പറയുന്നുണ്ട്, കേരള ഗവൺമെന്റ്, ഇടതുപക്ഷ സർക്കാർ PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നുള്ളതല്ലാതെ ഒരു സ്കൂളുകളുടെ ലിസ്റ്റ് പോലും ഞങ്ങളുമായിട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയും ആ ഒരു പദ്ധതി ഒപ്പുവെച്ചു എന്നുള്ളൊരു പേരിൽ മാത്രം നിൽക്കുകയാണ്. ആ പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് പോകാൻ യാതൊരു നിർവാഹവുമില്ല. അത് കേട്ട പാതി കേൾക്കാത്ത പാതി VD സവർക്കറും സവർക്കറുടെ കൂട്ടത്തിലുള്ള ആളുകളും എല്ലാം കൂടി വന്ന് മെഴുകിയത് ഇത് പിണറായി വിജയൻ പോയി ഒപ്പിട്ടതുകൊണ്ടും പിണറായി വിജയൻ പോലും അറിയാതെ ശിവൻകുട്ടി പോയി ഒപ്പുവെച്ചതുകൊണ്ടും ഞങ്ങൾക്ക് നിർബന്ധപൂർവ്വം നടപ്പിലാക്കേണ്ടി വരുന്നൊരു പദ്ധതി എന്നുള്ള രീതിയിലായിരുന്നു. എനിക്കെടുത്ത് എപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ചതെല്ലാം ചെയ്യാനാണ് അധികാരത്തിൽ നിങ്ങൾ വന്നതെങ്കിൽ, കേവലം ഒരു ഒപ്പിൻ്റെ പുറത്ത് കടിച്ചു തൂങ്ങിക്കിടക്കാനല്ല നിങ്ങൾ അധികാരത്തിൽ വന്നതെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ട് വയനാട്ടിലെ ചൂരൽമലയിലെ ആ പട്ടിണി പാവങ്ങളെയും എല്ലാം നഷ്ടപ്പെട്ട് ദുരന്തബാധിതരെയും തിരിഞ്ഞു നോക്കുന്നില്ല? എന്തുകൊണ്ട് റീസെൻ്റ്ലി സംഭവിച്ചിട്ടുള്ള കള്ളാടി ദുരന്തത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല? എന്തുകൊണ്ട് പ്രൈവറ്റ് ബസ് തൊഴിലാളികളെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല? എന്തുകൊണ്ട് KSRTC ബസ്സുകളെല്ലാം നിങ്ങൾ കട്ടപ്പുറത്തേക്ക് ആക്കാനായിട്ട് ശ്രമിക്കുന്നു? എന്തുകൊണ്ട് ഈ നടക്കുന്ന വിലക്കയറ്റത്തിനെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇന്ധന വില വർധനവിനെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നില്ല? ഈ ചോദ്യങ്ങൾ അവിടെ വളരെ പ്രസക്തമാണല്ലോ. എന്തായാലും ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ച പദ്ധതികളാണല്ലോ, അത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പിന്നെ ലൈഫ് മിഷൻ, ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ചിരുന്ന ലൈഫ് മിഷൻ എന്തുകൊണ്ട് നിങ്ങൾ നിർത്തലാക്കി? കേരയിൽ എന്തുകൊണ്ട് നിങ്ങൾ നിർത്തലാക്കി? നിങ്ങളൊരു ഭരണ തുടർച്ചയാണെന്ന് പറയുമ്പോഴും, നിങ്ങൾ ഇടതുപക്ഷ സർക്കാർ ഇവിടെ ചെയ്തു വെച്ചതിൻ്റെ പാതി ചെയ്യാനായിട്ട് വന്നവരാണെന്ന് പറയുമ്പോഴും, എവിടെയാണ് സർക്കാരെ നിങ്ങളുടെ ഈ ഒരു ഇരട്ടത്താപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ വായ്ത്താളം വിടുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്? നിങ്ങൾ വലിയ രീതിയിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന, നിങ്ങളുടെ അണികൾക്ക് കിട്ടുന്നുണ്ടാവും, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. അതല്ലാതെ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് ഒരു കോപ്പും കിട്ടുന്നില്ല. ഇത് പറയുമ്പോൾ കുരു പൊട്ടുന്ന കുറേ അധികം മക്കളുണ്ട്. ഏതവന് കുരു പൊട്ടിയാലും, ഏത് കതർദാരിക്ക് കുരു പൊട്ടിയാലും എനിക്കൊരു കോപ്പും ഇല്ലടാ മക്കളെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം PM ശ്രീയിൽ അങ്ങ് പിണറായി വിജയനൊക്കെ പോയി ഇങ്ങനെ തലയിൽ കൂടി മുണ്ടിട്ടും തലയിൽ തുണിയിട്ടും ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് KM ഷാജി എന്ന് പറയുന്ന സമുദായം വിറ്റ് ജീവിക്കുന്ന ഒരു ലീഗ് കള്ളനുണ്ടല്ലോ, അവൻ എന്താ പറഞ്ഞേ? അവനങ്ങ് അറബിക്കടലിലേക്ക് അങ്ങ് കൊണ്ടെറിഞ്ഞു കളയും. ബ്ലും. ഈ അറബിക്കടൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് അന്വേഷിക്കണം. ഈ ഷാജിയുടെ വീടിൻ്റെ അടുത്തുകൂടി ഒഴുകുന്ന തോട് അറബിക്കടലായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റുമോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു പാട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പാട്ടാണ്, അറബിക്കടലൊരു എന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ. എനിക്ക് ഏകദേശം അതുപോലെയാണ് തോന്നുന്നത്. KM ഷാജി ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അവിടെ കവലകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞങ്ങളാരും വിചാരിക്കുന്നില്ല. നിങ്ങളുടെ ആസനം താങ്ങികളായിട്ടുള്ള നിങ്ങളുടെ അടിമകൾ അത് വിചാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവർക്ക് മനസ്സിലായി നിങ്ങൾ വെറും വായ്ത്താളം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ എന്തായാലും മാത്തുസ് ജീവന്മാരെ വലിച്ചു കീറുന്നൊരു കാഴ്ചയുണ്ട്, കണ്ടുപോകാം. അധികാരത്തിലെത്തിയാൽ PM ശ്രീ അങ്ങ് അറബിക്കടലിലെറിയും. KM ഷാജിയുടെ ആ പരാമർശം അന്ന് അണികൾക്കൊക്കെ ആവേശമായിരുന്നു. അതേ KM ഷാജി മന്ത്രിയായപ്പോൾ ആ നിലപാടൊക്കെ പെട്ടെന്ന് ആവിയായി പോയി. പക്ഷെ ആ പഴയ ഡയലോഗ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്നോടുകയാണ്. ഇന്നും KM ഷാജിയോട് മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ആവർത്തിച്ചു. നിലപാടിൽ അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ട് എന്നായിരുന്നു മറുപടി. അന്നത്തെ ക്ലാരിറ്റി ഇന്നുണ്ടോ? അന്നത്തെയും ഇന്നത്തെയും പ്രതികരണം
മൂഞ്ചി കിടക്കുന്നു ഇപ്പോൾ. ഞാൻ പറഞ്ഞത് എന്താണ് സഹോദര, ഞാൻ പിന്മാറോ ഇല്ലെന്ന് തീരുമാനിക്കാനല്ല സബ് കമ്മിറ്റി ഉണ്ടാക്കിയത്. സബ് കമ്മിറ്റി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് വർത്താനം പറയാം. സബ് കമ്മിറ്റി എവിടെയല്ല ഉള്ളത്? ആ സബ് കമ്മിറ്റിയിലെ ക്യാബിനറ്റിനകത്തെ അംഗല്ലേ ഞാൻ. നിങ്ങൾ ഒറ്റത്ത് ചോദിച്ച ക്യാബിനറ്റിന് തീരുമാനം മാറ്റാൻ കഴിയുമോ? നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ നേരത്തെ തന്നെ ഇറങ്ങിപ്പോയത് നന്നായി. ഒന്നും അല്ലെങ്കിൽ BJP ഭരണകാലത്താണ് ഇറങ്ങിപ്പോയത് ആശ്വാസിക്കാമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇറങ്ങിപ്പോയി എന്നൊരു ചിന്തപ്പേര് കൂടി അവർക്ക് ഉണ്ടായേനെ. എൻ്റെ പൊന്നു മാത്രം ഇങ്ങനെയൊക്കെ പറഞ്ഞ അവന്മാർക്ക് എങ്ങനെയാണ് സഹിക്കുക? നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്. കാരണം പാവങ്ങൾ അവർ ഈ കാറ്റിൽ പറത്തിക്കൊണ്ടോ അറബിക്കടലിൽ എറിയാനുമൊക്കെ പോകാനായിട്ട് കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ VD സതീശൻ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടല്ലോ, അതുമായിട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവും? നിങ്ങൾ ഈ കാര്യം അറിയാതെ സംസാരിക്കരുത് മാത്തു. ഇങ്ങനെ പറയുന്നവരെ എല്ലാം രാജ്യദ്രോഹികളായിട്ട് മാറ്റുന്നതാണല്ലോ നമ്മുടെ ഇന്നത്തെ ഒരു രീതി. മാധു സജിയും ശരിക്കും പറഞ്ഞ ഒരു രാജ്യദ്രോഹി അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ജേർണലിസ്റ്റ് ആണെന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വരും. കാരണം ഞാനിത് പറയുമ്പോൾ എനിക്കിട്ടും കിട്ടുന്നുണ്ട്. ഏതവൻ വന്നാലും ഏത് നായിൻ്റെ മോൻ വന്നാലും പറയാനുള്ളത് ഏത് തന്തയില്ലാത്തവൻ്റെ മുഖത്ത് നോക്കി പറയുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിൻ്റെയൊക്കെ ഈ ന്യായീകരണവും മെഴുകലും ഒക്കെ ഉണ്ടല്ലോ, നിൻ്റെയൊക്കെ അണികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിൻ്റെയൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും ഇട്ടുകൊണ്ട് മെഴുകിയാൽ മതി. ഈ കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാനും കേരളത്തിലെ ജനങ്ങളെ മൂഢന്മാരാക്കാനുമാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതിവിടെ നടക്കില്ല മോനെ. നടക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ കുറച്ചധികം ആളുകളുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും വീഡിയോ ചെയ്യുന്നുണ്ട്. അനുകൂലിക്കുന്നവർക്കൊരു തീരുമാനം കാണും, പ്രതികൂലിക്കുന്നവർക്ക് വേറൊരു തീരുമാനം കാണും. എൻ്റെ തീരുമാനം എന്തായാലും അത് വ്യക്തമാണ്, ക്ലിയറാണ്. എൻ്റെ തീരുമാനം ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും ഒരു സർക്കാരിനെയും ഞാൻ അംഗീകരിക്കില്ല. അത് തന്നെയാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് എവിടെയും എന്തും എപ്പോൾ വേണമെങ്കിലും തുറന്ന് പറയാം. ഒരാളെ എനിക്ക് പേടിക്കണ്ട, ഒരാളെ എനിക്ക് പ്രീതിപ്പെടുത്തണ്ട, ഒരാളുടെയും ആശ്രയം പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുത്തൻ്റെ അടിമയായിട്ട് അവൻ്റെ മൂട് താങ്ങി നടക്കണ്ടെന്ന് സാരം. അപ്പം മാതൃഭൂമിയിലെ ഒരു അവതാരികയും ഈ ഒരു വിഷയത്തിൽ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലാ മാധ്യമപ്രവർത്തകരും ഷാജി എന്ന് പറയുന്ന സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗ് കള്ളനെയൊക്കെ വലിച്ചങ്കീറിക്കൊണ്ടിരിക്കുക. എന്നാലും അതോടെ കണ്ടുപോകാം. അധികാരത്തിൽ വന്നാൽ വാരിയെടുത്ത് ചവറ്റുകുട്ടയിലിടും. ഇനി അതും പോരെങ്കിൽ കീറിക്കളഞ്ഞ അറബിക്കടലിൽ. ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ മന്ത്രിയായിരിക്കുന്ന ഷാജി സാഹിബിന്റെ വിഖ്യാതമായ വാക്കുകളാണ്. സംഘപരിവാറിന് മുന്നിൽ കീഴടങ്ങലാണെന്ന് പറഞ്ഞത് പഠിച്ചു മാത്രം പറയുന്ന മുഖ്യമന്ത്രി VD സതീശൻ ഒരു കാര്യത്തിൽ സമ്മതിക്കാതെ വയ്യ. വഴിയെ പോകുന്ന വെടിയുണ്ടയെല്ലാം ചോദിച്ചു വാങ്ങുന്ന കഴിവുണ്ടല്ലോ, എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അങ്ങ് പാർലമെന്റിൽ സമ്മതിപ്പിച്ചല്ലോ PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയുമെന്നും കേരളം 5 പൈസ വാങ്ങിയിട്ടില്ല എന്നും. വരൂ, നമുക്ക് ഒരുമിച്ച് അഭിനന്ദിക്കാം ജബി മേത്തറിന്റെയും അബ്ദുൾ വഹാബിന്റെയും ആ നിസ്തുലമായ സേവനത്തെ. പണ്ട് K സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകമുണ്ട്, 35 സീറ്റ് മതി ഞങ്ങൾക്ക് കേരളം ഭരിക്കാനെന്ന്. 30 വേണ്ട, വെറും 3 മതിയെന്ന് 3 മാസത്തിനുള്ളിൽ തെളിയുന്നു. വാദങ്ങളെല്ലാം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്തെല്ലാം വിസ്മയം കാണാൻ കിടക്കുന്നു. വിസ്മയങ്ങളുടെ ഒരു അതിപ്രസരം തന്നെയാണ് ഇനി നമ്മളുടെ മുന്നിലേക്ക് കാണാൻ പോകുന്നത്. 5 വർഷങ്ങൾ കിടക്കുകയല്ലേ, ആ 5 വർഷവും വിസ്മയത്തോട് വിസ്മയമായിരിക്കും. വിസ്മയത്തുമ്പത്തിൻ്റെ അറ്റത്തോട് വരെ വിസ്മയമായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ഇതിൽ ഞാൻ മാത്തു സജി വീണ്ടും ഈ കൊങ്ങികളുടെ എല്ലാ മണ്ണാക്ക് നിറച്ചുകൊണ്ടൊരു വർത്തമാനം പറയുന്നുണ്ട്. അതോടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആഴത്തിൽ നോക്കണം, തെളിഞ്ഞു വരും ചില വഞ്ചനയുടെ ചിത്രങ്ങൾ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. എന്തൊരു നുണയാണ് എൻ്റെ അമ്മോ. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. ഒരു കഥ ചൊല്ലട്ടുമാ. രാജ്യത്ത് വലിയ പ്രക്ഷോഭം നടക്കുന്നു. ചെറുപ്പത്തിന്റെ തിളപ്പിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തെറിക്കുന്നു. ഏത് വിദ്യാഭ്യാസ മന്ത്രി? രാജ്യത്ത് NEP നടപ്പിലാക്കാൻ കേന്ദ്രവും RSSും ചുമതലയേൽപ്പിച്ച ധർമ്മേന്ദ്ര പ്രധാൻ. കടുത്ത രാഷ്ട്രീയ തിരിച്ചടിയേറ്റ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കേരളത്തിൽ നിന്നൊരു കുളിർത്തന്നൽ. NEPയുടെ പൈലറ്റ് പ്രൊജക്ടായ PM ശ്രീക്ക് പച്ചക്കൊടി. ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് നയവും നിലപാടും അറബിക്കടലിലെറിഞ്ഞ് നാണം കെടുന്നത്? UDF കൺവീനറുടെ ഇന്നത്തെ മലക്കം മറിച്ചിൽ കണ്ടാൽ തലയിൽ കൈവച്ചു പോകും. UDF എംപിമാർ കൈവെള്ളയിൽ വെച്ചു തന്ന പാർലമെന്റ് രേഖകൾ കൂടിയായപ്പോൾ കേമം. പറഞ്ഞു പറ്റിച്ചോ കേരളത്തെ? ആഴത്തിൽ നോക്കണം, തെളിഞ്ഞു വരും. പറഞ്ഞു പറ്റിച്ചോ കേരളത്തെ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. പറഞ്ഞു പറ്റിക്കുക തന്നെ ചെയ്തു എന്നുള്ളൊരു കാര്യത്തിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കാം. നമുക്കറിയാം, കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കാനായിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും പൗരന്മാർക്ക് സാധിക്കുമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിഷ്പ്രയാസം പുഷ്പം പോലെ ഇങ്ങനെ തട്ടിയെടുത്ത് കളയാവുന്നതേ ഉള്ളൂ.
ഈ ഒരു ഉടായ്പും പറഞ്ഞുകൊണ്ട് എത്ര കാലം നിങ്ങൾക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞു എന്നുള്ളൊരു റെക്കോർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യനായിട്ടുള്ള മേനോൻ സതീശൻ സാറിന് കൊടുക്കാം. സതീശനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന അവരുടെ താങ്ങികൾക്കും വേണമെങ്കിൽ കൊടുക്കാം. എന്നാലും കേരളത്തിലെ ജനങ്ങളെ ഇത്രയും അധികം മണ്ടന്മാരാക്കിക്കൊണ്ട് ഈ രീതിയിൽ കളിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ഞങ്ങൾ ആരും ഒന്നും വിചാരിച്ചിരുന്നില്ല. ഇപ്പോഴും നിങ്ങളെ വിശ്വസിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് കേട്ടോ. ഇത്തരത്തിലൊരു ചർച്ച മാതൃഭൂമി ന്യൂസിൽ വന്നൊരു ചർച്ചയിൽ മെഴുകാൻ വന്ന കൊങ്ങിയെ വലിച്ചു കയറിക്കൊണ്ട് മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്ന കാര്യം കൂടി ഉണ്ട്, കാണിച്ചു തരാം. തമിഴ്നാട് എംഒയു സൈൻ ചെയ്തില്ല. അവർ ഈ സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട് കിട്ടാൻ വേണ്ടി അവർ സുപ്രീം കോടതി പോയി അത് കിട്ടുകയും ചെയ്തു. അത് എന്തുകൊണ്ടാണ് അന്നത്തെ പിണറായി ഗവൺമെന്റ് എടാ മോനെ വസന്തേ, പിണറായി വിജയനും അവരുടെ കൂട്ടത്തിലുള്ള ആളുകളും നേരത്തെ ഈ ഒരു കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ്. അതായത് PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതിയിൽ പോയി ഒപ്പിട്ടത് വിദ്യാഭ്യാസ മേഖല ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ടും ആധുനിക വിദ്യാഭ്യാസ രംഗം പടുത്തുയർത്താൻ വേണ്ടിയിട്ടുമാണെന്ന്. എന്നാൽ BJPയുടെ ആവശ്യം ഈ ഒരു പദ്ധതിയിൽ ഒപ്പിടുന്നതോടുകൂടി ചരിത്രങ്ങളെല്ലാം തിരുത്തണം. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് ഗോഡ്സെയും അതേപോലെ തന്നെ സവർക്കരും ഒക്കെ ഷൂനക്കികളായിരുന്നില്ല, അവർ തീവ്രവാദികളായിരുന്നില്ല, അവരൊക്കെ മനുഷ്യസ്നേഹികളും ഈ സത്യാഗ്രഹത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകളുമൊക്കെയാണ് കേരളത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയെ പടുത്തുയർത്തിയ നവോത്ഥാന നായകന്മാരൊക്കെ ആയിരുന്നു എന്ന് പഠിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഇത് മനസ്സിലാക്കിയ ആ ഒരു നിമിഷം അറ്റ് ദി സെയിം ടൈം ആ ഒരു സാധനം ഞങ്ങൾ ഒപ്പുവെച്ചത് ഞങ്ങൾ റദ്ദാക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളത് മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കുകയാണ് പിണറായി വിജയനും സംഘവും ചെയ്തത്. അന്ന് അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ പിന്നീട് അതിനുശേഷം അവരൊരു കാര്യം കൂടി പറഞ്ഞു. കേരളത്തിനെ സംഖ്യവൽക്കരിക്കുന്ന, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവിക്കളസവൽക്കരണം നടത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയെയും ഞങ്ങൾ അംഗീകരിക്കില്ല. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവില്ല. അങ്ങനെയാണ് ആ ഫണ്ട് തരാൻ നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, അങ്ങനെയെങ്കിലേ നിങ്ങൾക്ക് ആ ഫണ്ട് തരാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ട് നേടിയെടുക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ഫണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ അവർ നടത്തിയിരുന്നു. എന്നാൽ നിങ്ങൾ പറയുകയാണ് ഇത് അങ്ങനെ ചെയ്യാം, കേസ് കൊടുത്ത് നേടിയെടുക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ പൊന്ന് വസന്തമേ, എൻ്റെ പൊന്ന് മഴവിൽ വസന്തമേ, എന്തുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ കേസുമായിട്ട് മുന്നിലേക്ക് പോയില്ല? നിങ്ങൾ ഏതെങ്കിലും ഒരു തുണ്ട് പേപ്പറിലെങ്കിലും എഴുതി സാറേ ഇതുപോലൊരു കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടോ? ഇല്ല. നിങ്ങളും ഷൂ നക്കികളുടെ അതേ പാതയിൽ കൂടി പോയി ഷൂ നക്കി കൊടുത്തുകൊണ്ട് എന്തൊക്കെയോ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം മോനെ. നിന്റെ വസന്തമൊക്കെ നിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങളുടെ അണികളുടെ ഇടയ്ക്കൊക്കെ വലിയ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കുമായിരിക്കും. എന്നാൽ ഇവിടെ അത് ഏക്കില്ല. ബാക്കി കാണിച്ചു തരാം. ഇഞ്ചക്ഷൻ തന്നെ തരാം. ടെക്നിക്കലി പിന്മാറാൻ പറ്റുമെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറും. ഇനി അത് പറ്റില്ല എന്നാണെങ്കിൽ ഞങ്ങൾ നേരത്തെ ഞാനത് എടുത്തു വെക്കും. ബുധനാഴ്ച വീണ്ടും വസന്തനോട് ഇതേ ചോദ്യം ഉണ്ടാകും. മാതൃഭൂമിയുടെ ലൈബ്രറിയിൽ അങ്ങ് സൂക്ഷിച്ചു വെച്ചോളൂ. ഞാൻ ഒളിച്ചോടാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. സർവേശ്വരൻ ആയുസ് നീട്ടി തന്നാൽ നമുക്ക് അന്നിരി. ഉത്തരം നമ്പർ സിയിൽ എൻ്റെ പൊന്നു വസന്തമേ, നിന്റെ കൂട്ടത്തിലുള്ള ഷാജിയും മറ്റുള്ള ടീംസും പറഞ്ഞിട്ട് അവരിവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാൻ വളരെയധികം ഈസി ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ. അവർക്ക് ഈ കാവിക്കളസവൽക്കരണം വേണ്ടെന്നേ. അങ്ങനെ വേണമെങ്കിൽ ഇവിടെ BJP വിജയിപ്പിച്ചാൽ പോരാ. നിങ്ങളെ വിജയിപ്പിച്ച എന്തിനാണ്? എന്തോ വലുത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവരുടെയും അണ്ണാക്കിലും അന്നനാളത്തിലും. ഈ ഇരട്ടത്താപ്പും ഈ ഡബിൾ ഫാദർ സിൻഡ്രോവും എത്ര കാലം ഇങ്ങനെ കൊണ്ടുപോകും? ഇപ്പം തന്നെ ഇവരുടെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയല്ലേ? ഇതിൽ കൂടുതൽ എന്ത് വേണം? പിണറായി വിജയൻ തന്നെ ആയിരുന്നു ശരിയെന്നും മറ്റു പല ആളുകൾക്കും തോന്നി തുടങ്ങിയിരിക്കുന്ന ഒരു നിമിഷം തന്നെയാണിതെന്നുള്ളതിൽ ഒരു സംശയവുമില്ല.